ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്രാൻസിസ് ആലുക്കാസ് ഡയമണ്ട്സ്. ഓരോ പർച്ചേസിനും നിക്ഷാൻ സമ്മാനം ഉറപ്പു തരുന്നു. ആഘോഷിക്കും ഈ ഓണം നിക്ഷാനിനൊപ്പം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി. ഏറെ പുതുമകളുമായി വിപുലീകരിച്ച വസ്ത്ര സൗന്ദര്യ വിശാലത സൗന്ദര്യ സിൽക്സ് തലശ്ശേരി. ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. മൗണ്ട് സെന്റ് മേരീസ് കോളേജ്, PV കോംപ്ലക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. ഈ പ്ലാനറ്റ് ദി ഇലക്ട്രോണിക് സ്റ്റോർ തലശ്ശേരി. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. RSS നേതാവ് മനോജിന്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ചു. കൊലപാതകത്തിലെ ഗൂഢാലോചനയും അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ADGP R അനന്തകൃഷ്ണൻ. RSS നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ CPMന്റെ B ടീമാണെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ. മനോജ് വധം CPM ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് BJP മുൻ ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. RSS നേതാവ് മനോജിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചനയും അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ADGP R അനന്തകൃഷ്ണൻ പറഞ്ഞു. കൊലപാതകം നടന്ന കതിരൂർ ഉക്കാസുമൊട്ടയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനോജിന്റെ കൊലപാതക കേസിൽ മൊത്തം 8 പേരെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടാതെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരെ പറ്റിയും അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒരു സൂചനയില്ല. 8 പേർക്കെതിരെ കേസ് ഇപ്പോ എടുത്തിരിക്കുന്നത് 8 പേർക്കെതിരെ. അത് വെച്ചിട്ട് ബാക്കി തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണം നടത്തുകയെന്നും ADGP കൂട്ടിച്ചേർത്തു. കോഴിക്കോട് SP രാമേന്ദ്രനാണ് ടീമിന്റെ ലീഡർ. ബാക്കി ഞങ്ങള് ഇപ്പോ സന്തോഷുണ്ട്, DYSPമാര് സുദർശനുണ്ട്, ജോസി ചെറിയാനുണ്ട്. പിന്നെ ആ ടീം അങ്ങനെ ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. ആവശ്യമനുസരിച്ച് മറ്റേ വേണ്ട തരത്തിലുള്ള ആൾക്കാരെ എടുക്കാന്നുള്ളത്. ബേസിക്കലി തലശ്ശേരി നിൽക്കേണ്ടി വരും. RSS നേതാവ് മനോജിന്റെ കൊലപാതകത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ചു. ADGP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ADGP അനന്തകൃഷ്ണൻ തലശ്ശേരിയിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഉച്ചയോടെ തലശ്ശേരി റെസ്റ്റ് ഹൌസിലെത്തിയ ADGP കണ്ണൂർ റേഞ്ച് IG ദിനേന്ദ്ര കശിപ്പ്, SP ഉണ്ണിരാജൻ, ക്രൈംബ്രാഞ്ച് SP അശോകൻ, തലശ്ശേരി ASP T നാരായണൻ എന്നിവരുമായി അരമണിക്കൂറോളം റെസ്റ്റ് ഹൌസിൽ ചർച്ച നടത്തി. തുടർന്ന് കൊലപാതകം നടന്ന ഉക്കാസ് മൊട്ടയിലെത്തി പരിശോധന നടത്തി. മനോജിന്റെ വീട്ടിലെത്തിയ ADGP ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തു. ADGPയോടൊപ്പം ഇതുവരെ കേസ് അന്വേഷണം നടത്തിയ സംഘത്തിലെ CIമാരായ BB ബെന്നി, പ്രേംസദൻ എന്നിവരും ഉണ്ടായിരുന്നു. RSS നേതാവായ കതിരൂരിലെ K മനോജിനെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP N രാമചന്ദ്രനാണ് അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. RSS നേതാവായ കതിരൂരിലെ K മനോജിനെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണനാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP N രാമചന്ദ്രനാണ് അന്വേഷണ ചുമതല. TP വധക്കേസ് അന്വേഷിച്ച സംഘത്തിലെ DYSPമാരായ KV സന്തോഷ്, ജോസി ചെറിയാൻ, സോജൻ ജോസ് തുടങ്ങിയവരും സംഘത്തിലുണ്ട്. അന്വേഷണ സംഘം രാവിലെ കോഴിക്കോട് യോഗം ചേർന്ന് കേസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കണ്ണൂരിലെത്തി. ഉത്തരമേഖല ADGP ദിനേന്ദ്ര കശിപ്പ്, ജില്ലാ പോലീസ് ചീഫ് P ഉണ്ണിരാജൻ ഉൾപ്പെടെയുള്ളവരുമായി സംഘം ചർച്ച നടത്തി. ഇതുവരെയുള്ള അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ കൂത്തുപറമ്പ് CI K പ്രേംസദനിൽ നിന്ന് പ്രഥമഘട്ട റിപ്പോർട്ട് ഏറ്റുവാങ്ങുകയും കൊലപാതകം നടന്ന കതിരൂർ ഉക്കാസുമുട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. TP കേസ് അന്വേഷിച്ച സംഘത്തിലെ അനൂപ് കുരുവിള ജോൺ, ഷൌക്കത്ത് അലി എന്നിവർ NIAയിലാണ് ഉള്ളത്. CIമാരായ വിനോദ് കുമാർ, ആസാദ്, BV ബെന്നി എന്നിവർ ലോക്കലിലേക്ക് മാറി. ലോക്കൽ പോലീസിലുള്ളവരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാൻ സാധ്യതയുണ്ട്. RSS നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ CPMലെ B ടീമാണെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ ആരോപിച്ചു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഒരാഴ്ച മുൻപാണ് ഈ ഗൂഢാലോചന നടന്നത്. ഓണത്തിന് മുൻപ് കൊലപാതകം നടത്തണമെന്നാണ് ഇവരുടെ തീരുമാനം. പി ജയരാജനെ വെട്ടിയതുമായി ഈ ദിവസത്തിന് ബന്ധമുണ്ടെന്നാണ് ഇത് വെളിവാക്കുന്നത്. കഴിഞ്ഞ 16 വർഷമായി മനോജിനെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്നതിന്റെ ചുരുൾ അഴിയുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അപ്പോ ആ വിക്രമൻ CPM-ന്റെ സ്ഥിരം കൊലയാളി സംഘാംഗമാണ്. ജയരാജന്റെ ഏറ്റവും അടിത്താളാണ്. ഇതിൽ പങ്കെടുത്തവരെല്ലാം ജയരാജന്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടവരാണ്. ഈ വിക്രമൻ ഇപ്പോ ബാംഗ്ലൂരിലാണ്. അദ്ദേഹം അവിടെ ആരുടെയോ ബിനാമി ബിസിനസ് ചെയ്യുന്നു. ആണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നാട്ടിൽ വരാറേ ഉള്ളൂ. അപൂർവമാണ് അദ്ദേഹത്തിന്റെ വിസിറ്റ്. അപ്പോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കൊലപാതകം നടക്കണമെങ്കിൽ ആ കൊലപാതകത്തിന്റെ അകത്ത് CPM ജില്ലാ നേതാക്കന്മാരുടെ അറിവും സമ്മതവും ഇല്ലാത്തൊരു കൊലപാതകമല്ല, 16 വർഷമായി കാത്തിരിക്കുന്ന ഒരു കൊലപാതകമാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പൂർണ്ണമായ അറിവും പാർട്ടിയുടെ പൂർണ്ണമായ തയ്യാറെടുപ്പും ഈ കൊലപാതകത്തിന്റെ പിറകിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ചരിത്രം CPM-നെ പാഠം പഠിപ്പിക്കുമെന്നും ഗൂഢാലോചന കേസ് ഗൗരവമായി തന്നെ കാണണമെന്നും സുധാകരൻ പറഞ്ഞു. മാഹി ബാറിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ തെളിവ് ആവശ്യപ്പെട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ താൻ തയ്യാറാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും. കല്ലറിക്കൽ മഹാറാണി ജുവലേഴ്സ്, AVK നായർ റോഡ്, തലശ്ശേരി. ഗൃഹോപകരണങ്ങൾ പർച്ചേസ് ചെയ്യൂ, ഫ്ലാറ്റ് സ്വന്തമാക്കൂ. സമ്മാനാർഹരാകുന്ന 10 പേർക്ക് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫ്ലാറ്റ് സ്വന്തമാക്കാൻ അവസരം. ഓള് ലേലം വിളി തുടങ്ങി. അപ്പൊ ഇന്നേക്കുള്ള വകുപ്പായി. കൂടാതെ ആകർഷകമായ മറ്റനേകം സമ്മാനങ്ങളും. ഒരു കാറും കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോ എങ്ങോട്ടാ? ഫ്ലാറ്റ് സ്വന്താക്കണ്ടേ പർച്ചേസിങ്ങിന്? ഇത്ര പെട്ടെന്നോ? അല്ലെങ്കിൽ എനിക്കിവിടെ സമാധാനം ഉണ്ടാവൂ? എന്താ രണ്ടാളും കൂടെ രംഗക്കുറി? കണ്ടില്ലേ, 10 ഫ്ലാറ്റ് സമ്മാനം. ഫ്ളാറ്റിന്റെ ഓഫറുകളുടെ ഒക്കെ പിന്നാലെ പോയ വെറുതെ കയ്യിലിരിക്കണ പൈസയും കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങണ പോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ നിക്ഷാനി പോയാ പോരെ. ഏത് കമ്പനിയുടെ ഒറിജിനൽ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവ് വിശ്വാസത്തോടെ നിക്ഷാനിലല്ലാതെ വേറെ എവിടെ കിട്ടും? കൂടാതെ കിട്ടുന്ന ഉറപ്പുള്ള ആകർഷകമായ സമ്മാനങ്ങളും. നിക്ഷാനിൽ വിലക്കുറവിന്റെ മഹാമേള. ബമ്പർ പ്രൈസ് ഹോണ്ട മൊബിലിയോ കാർ, കൂടാതെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക്, 50 പേർക്ക് ദുബായിലേക്ക് എയർ ടിക്കറ്റ്, 25 LED TV. മാത്രമല്ല ഓരോ പർച്ചേസിനും നിക്ഷാൻ സമ്മാനം ഉറപ്പു തരുന്നു. ആഘോഷിക്കും ഈ ഓണം നിക്ഷാനിനൊപ്പം. Francis Alucas Diamonds. ലൈറ്റ് വെയ്റ്റ് ഫാഷനുകളുടെ അമൂല്യമായ കളക്ഷനുകൾ, നമ്മുടെ മനസ്സിനിണങ്ങുന്ന വിലകളിൽ. ആഘോഷിക്കൂ ഫ്രാൻസിസ് ആലുക്കാസ് ഡയമണ്ട്സ്. വജ്രശോഭയിൽ തീർത്ത പൊന്നോണം. എക്സൽ സെന്റർ ഫോർ കരിയർ ഡെവലപ്മെന്റ്, പാലസ് ടവർ, നാരങ്ങപ്പുറം, തലശ്ശേരി. തലശ്ശേരിയിലെ BCom BBA സെന്റർ. BCom BBA പരീക്ഷകളിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എക്സലിലൂടെ. കൂടാതെ 50-ലധികം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ക്ലാസുകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ അധ്യാപകർ, അച്ചടക്കത്തോടെയുള്ള പഠനാന്തരീക്ഷം. മെറിറ്റ് അടിസ്ഥാനത്തിൽ ഓരോ ക്ലാസ്സിലും 40 പേർക്ക് പ്രവേശനം. എക്സൽ സെന്റർ ഫോർ കരിയർ ഡെവലപ്മെന്റ്, പാലസ് ടവർ, നാരങ്ങപ്പുറം, തലശ്ശേരി. ഫോൺ 04902342 731. വർണ്ണവസ്ത്രങ്ങളുടെ വിസ്മയം റാണിശ്രീ. വിലക്കുറവിലും വിശ്വസ്തതയിലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം. നിങ്ങളുടെ ഹൃദയം കവരും സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം റാണിശ്രീ, തൗരായി കോംപ്ലക്സ്, ലോഗൻസ് റോഡ്, തലശ്ശേരി. സുനിത
സുനിത ഫർണിച്ചറിൽ ഓണക്കാഴ്ച 10 മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകളുടെ വിസ്മയിപ്പിക്കുന്ന ശ്രേണി. സൗജന്യ ഹോം ഡെലിവറി. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. സൗന്ദര്യ റീ ഓപ്പൺ. വാവ്, ഹാപ്പി ഡേയ്സ് ആർ ഹിയർ അഗൈൻ. അതിരുകളില്ലാത്ത സൗന്ദര്യ ലോകം. സൗന്ദര്യ സിൽക്സ്, തലശ്ശേരി, വടകര, പാനൂർ, ഇരിട്ടി. പുതുമകളുടെ സൗന്ദര്യവുമായി സൗന്ദര്യ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. മനോജ് വധം CPM ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് BJP മുൻ ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കണ്ണൂർ സന്ദർശന വേളയിൽ പാർട്ടി RSSനെ നേരിട്ട കണ്ണൂർ മോഡൽ അനുകരണീയവും ശ്ലോകനീയവുമാണെന്ന് പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് മനോജിനെ അറുങ്കൊല ചെയ്തതെന്ന് കരുതുന്നു. മനോജിന്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രകാശ് കാരാട്ടിനെയും ചോദ്യം ചെയ്യണമെന്നും PK കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയ സെക്രട്ടറി പങ്കെടുത്ത ഗൂഢാലോചനാ യോഗത്തിൽ സ്വാഭാവികമായും സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തിട്ടുണ്ടാകും. കൊന്നവരെ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ കേരളത്തിലെ സംസ്ഥാന കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ കഴിയില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മനോജിന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ കൊലപാതക ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതിനാൽ പ്രതിഷേധം സംസ്ഥാനത്ത് മാത്രം ഒതുക്കാൻ BJP ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നം ദേശീയ തലത്തിൽ വരെ ഉയർത്തിക്കൊണ്ടുവരും. CPMന്റെ കണ്ണൂർ മോഡൽ ആവർത്തിക്കാൻ ഇനിയും അനുവദിക്കില്ല. കേരള പോലീസ് അന്വേഷിച്ചാൽ കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കെടുത്തവരെ മുഴുവൻ കണ്ടെത്താൻ കഴിയില്ല. ആയതിനാൽ കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, PK ബൈലായുധൻ, VK സജീവൻ, AP ഗംഗാധരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. മനോജിന്റെ കൊലപാതകത്തെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന തീരുമാനത്തിൽ BJP ഉറച്ചു നിൽക്കുന്നതായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് പറഞ്ഞു. കൊല്ലപ്പെട്ട മനോജിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനോജിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യത്തിൽ BJP ഉറച്ചു നിൽക്കുകയാണ്. കാരണം സാധാരണ ഒരു കൊലപാതകമായിട്ടല്ല ഇതിനെ പാർട്ടി കാണുന്നത്. ബോധപൂർവം കേരളത്തിലുടനീളം സംഘർഷവും കലാപവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള CPM അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകം. ഇതൊരു തുടക്കമാണ്. അതുകൊണ്ട് ഈ സംഭവത്തെ സംബന്ധിച്ച് ഇതിന് പുറകിലുള്ള വ്യക്തികളും ശക്തികളുമൊക്കെ നിയമത്തിന് മുമ്പിൽ വരേണ്ടതായിട്ടുണ്ട്. ഈ സംഭവത്തിലുള്ള CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണം. നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം കൊണ്ട് അത് സാധിക്കില്ല എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സംഭവം നടന്നിട്ട് ഇത്രയും സമയമായിട്ടും അന്വേഷണം സംബന്ധിച്ച് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പോലീസിന് സാധിച്ചിട്ടില്ല, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കണ്ണൂരിൽ നിലനിൽക്കണമെന്നാണ് BJPയും സംഘപരിവാർ സംഘടനകളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ആഗ്രഹത്തെ ഒരു ദൗർബല്യമായി കാണാനാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അന്വേഷണം CBI ഏൽപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം. അല്ലാത്ത പക്ഷം കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകരുന്ന രീതിയിലേക്ക് പോകുമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് മുന്നറിയിപ്പ് കൊടുക്കാൻ കൂടി BJP ആഗ്രഹിക്കുകയാണ്. തലശ്ശേരി മൗണ്ട് സെന്റ് മേരീസ് കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. തലശ്ശേരി മൗണ്ട് സെന്റ് മേരീസ് കോളേജിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പൂക്കള മത്സരത്തിൽ പങ്കാളികളായി. ഒരിടവേള കൂടി. ഒഴുകും സംസ്കൃതിതൻ നദികളിതിലെ നിറയും ബഹുഭാഷഭൂഷണങ്ങൾ സുജലാം സുഫലാം
ജീവയിഴകൾ കലരുമൊരു മന്ത്രം സംസ്കാരം വികാരം ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ലോകോത്തര കമ്പനിയായ എൽടെക് വാഷിംഗ് മെഷീൻ ഇപ്പോൾ വൻ വിലക്കുറവിൽ. മാഹിയിലെ പ്രമുഖ ഇലക്ട്രോണിക് ഷോപ്പായ പി ശങ്കരൻ നായർ ആൻഡ് കമ്പനിയിൽ നിന്ന് 4900 രൂപയ്ക്ക് ഒരു എൽടെക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ ഓണക്കാലത്തെ ഏറ്റവും മികച്ച ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. എയർ ഡ്രൈ സിസ്റ്റം, വൈദ്യുതി ലാഭം കൂടാതെ കോപ്പർ മോട്ടോറും ഒരു ഒറിജിനൽ ഉൽപ്പന്നമായ എൽടെക് വാഷിംഗ് മെഷീന്റെ മാത്രം പ്രത്യേകത. ഈ ഓണക്കാലം പി ശങ്കരൻ നായർ ആൻഡ് കമ്പനിയോട് ആഘോഷിക്കൂ. വിലക്കുറവിന്റെ മഹാമേള ആസ്വദിക്കൂ. പി ശങ്കരൻ നായർ ആൻഡ് കമ്പനി, മുണ്ടോക്, മാഹി. ഫോൺ 9847386419. സ്ത്രീത്വപൂർണത മാതൃത്വത്തിലൂടെ, ആത്മവിശ്വാസപൂർണത വസ്ത്രവിസ്മയത്തിലൂടെ, സ്വപ്നവർണ്ണങ്ങളിൽ ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, ആത്മവിശ്വാസം നിറയ്ക്കും ഉടയാടകൾ, അതിശയിപ്പിക്കും വിലക്കുറവിൽ. PS സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിയർ ഓൾഡ് പോലീസ് സ്റ്റേഷൻ, PS ജംഗ്ഷൻ, ലോഗൻസ് റോഡ്, തലശ്ശേരി. ഫോൺ 049023422225. ഗുഡ് മോർണിംഗ് സാറേ. സാർ എന്ന് ലേറ്റ് ആയേ വരുമല്ലേ? പെട്ടെന്ന് അരി വേവിച്ച് കിട്ടാനുള്ള മെഷീൻ ഇല്ലല്ലോ സാറേ. അന്വേഷിച്ചാ കണ്ടെത്താലോ സാറേ. കാശ് കൊടുത്ത് വാങ്ങിക്കണം. ഈ ശമ്പളത്തിന് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ എവിടുന്ന് കിട്ടാനാ സാറേ? ഫയലെത്തിയില്ല. ദിനേശൻ ഒന്നേ ഉള്ളൂ. ആദ്യ ഫയൽ, പിന്നെ ചായ. എവിടെയാണോ തന്റെ യൂണിഫോം? അലക്കി അലക്കി നടു ഒടിഞ്ഞു സാറേ. ഉള്ളതൊട്ട് ഉണങ്ങിയതുമില്ല. നല്ലൊരു അലക്ക് മെഷീൻ വാങ്ങിച്ചൂടെ? എവിടുന്ന് കിട്ടാനാ ഗ്യാരണ്ടി? ഇങ്ങനെ പോയാൽ തന്റെ ജോലിക്കും വലിയ ഗ്യാരണ്ടി കിട്ടില്ല. കിട്ടുമല്ലോ. വെറും ഗ്യാരണ്ടി അല്ല, കൂടുതൽ ഗ്യാരണ്ടി നമ്മുടെ ഈ പ്ലാനറ്റില്. അതുകൊണ്ടല്ലേ ഞാനിവിടെ കൃത്യസമയത്ത് എത്തുന്നത്. നീ ഇന്ന് തന്നെ ഈ പ്ലാനറ്റിലേക്ക് ചെല്ല്. എന്നിട്ട് കിടുക്കൻ വീട്ടുപകരണങ്ങൾ വാങ്ങിച്ച് ഇവിടുത്തെ ജോലിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടാക്കി. മനസ്സിലായ? ഗൃഹോപകരണങ്ങൾക്ക് കൂടുതൽ ഗ്യാരണ്ടി, കൂടുതൽ സെലക്ഷൻ, കൂടുതൽ വിലക്കുറവ്. ഈ പ്ലാനറ്റ് ദി ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഉപ്പള, സുൽത്താൻ ബത്തേരി, കാഞ്ഞങ്ങാട്, ഇരിട്ടി. മൗണ്ട് സെന്റ് മേരീസ് കോളേജ്, PV കോംപ്ലക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. 12 വർഷത്തെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യം. SSLC, +2 കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകൾ, മോണ്ടിസോറി നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി BA, BCom, BBA, BSc, MBA, മറ്റു ഡിഗ്രി PG കോഴ്സുകളും നടത്തിവരുന്നു. ഡെയിലി ക്ലാസുകൾക്ക് പുറമെ ജോലി ചെയ്യുന്നവർക്കായി സൺഡേ ക്ലാസുകളും നൽകുന്നു. പോസ്റ്റൽ വഴി വീട്ടിലിരുന്നും പഠിക്കാം. SSLC, +2 ഏപ്രിൽ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 6 മാസം കൊണ്ട് SSLC, +2 എഴുതി പാസ്സാകാം. 5 വിഷയങ്ങൾ മാത്രം. സർക്കാർ PSC, UPSC അംഗീകൃതം. 14 വയസ്സ് തികഞ്ഞ ആർക്കും SSLC എഴുതി പാസ്സാകാം. CBSE സ്റ്റേറ്റ് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ നൽകി വരുന്നു. മൗണ്ട് സെന്റ് മേരീസ് കോളേജ്, PV കോംപ്ലക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. സുനിത ഫർണിച്ചറിൽ ഓണക്കാഴ്ച 10 മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകളുടെ വിസ്മയിപ്പിക്കുന്ന ശ്രേണി. സൗജന്യ ഹോം ഡെലിവറി. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. സുഗന്ധ സ്വർണമോ സ്വകാര്യമോഹമോ പ്രിയമ്പതേ ആർദ്രമാ നിറഞ്ഞുമെന്നുമീ കാന്തിയിൽ ദേവതേ നീ നിറദീപമായി താണിറങ്ങും താരമാ. Designed with the touch of God. Chemanur International Jewelers. പ്രധാന വാർത്തകൾ വീണ്ടും. RSS നേതാവ് മനോജിന്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ചു. കൊലപാതകത്തിലെ ഗൂഢാലോചനയും അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ADGP R അനന്തകൃഷ്ണൻ.
RSS നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ CPMന്റെ ബി ടീമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. മനോജ് പദം CPM ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് BJP മുൻ ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.